ഓർഗൻസ സാരീസ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് സാരീസ് ആണ്. ഓർഗൻസയിൽ നല്ല പാറ്റേണിൽ ആപ്ലിക്കോക്കിലാണ് ഇന്നത്തെ വീഡിയോയിൽ സാരീസ് വന്നിരിക്കുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ആപ്ലിക് വർക്ക് സാരീസ്, അതും ഓർഗൻസ ഫാബ്രിക്കിലാട്ടോ സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഷാമ്പെയിൻ പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. കളർ പാലറ്റ് വരുന്നത് അതിൽ നല്ലൊരു ഐവറി ക്രീമാണ്. ഐവറി ക്രീമിൽ ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സാരി വരിക. അതിൽ സ്കാലപ്പ് ഫിനിഷിലാണ് ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ സാരിയുടെ മുന്താണി. ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്നത് സാരിയിൽ. നമുക്കൊരു എലഗന്റ് പാർട്ടി വെയർ സാരീസ് ആണ്. അതും വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു പാർട്ടി വെയർ സാരി വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഫുൾ ആപ്ലിക് വർക്ക് വന്നിട്ട് അതേ ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ്. സ്കാലപ്പ് ബോർഡർ ആയിരിക്കും രണ്ട് സൈഡിലും വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ആ ഒരു ഹാഫ് പോർഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് സാരിക്ക്. എന്താണ് സെയിം ഇതേ പാറ്റേൺ തന്നെ സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. എല്ലാ സാരീസും നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലാട്ടോ വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന കളക്ഷൻസാണ് വരുന്നത്. നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലുള്ള ഫംഗ്ഷൻസിനും പേസ്റ്റൽ കളർ പാലറ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്നത് സാരി. ഈ ഒരു സാരിയുടെ കളർ പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. പൗഡർ ബ്ലൂവിലും സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ സ്മോൾ ഫ്ലോറൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരിക. ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് സ്കാലപ്പിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ആപ്ലിക് വർക്കിൽ തന്നെ സാരിയുടെ മുന്താണി ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെ വരുന്നുണ്ട് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് സെയിം ആ ബോഡിയുടെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു സ്കാലപ്പ് ഫിനിഷിൽ തന്നെ ആയിരിക്കും ബോർഡർ വന്നിട്ട് ഫുൾ ഒരു ഫ്ലോറൽ ബുട്ടി വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരും. ബ്യൂട്ടിഫുൾ പാറ്റേണിലുള്ള ആപ്ലിക് വർക്കിലായിരിക്കും സാരിയുടെ മുന്താണി വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ലാവൻഡർ പിങ്ക് ആണ്. ബേബി പിങ്കും ലാവൻഡറും കൂടി ബ്ലെൻഡഡ് ആട്ടോ സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ മോട്ടീവ്സ് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. വളരെ എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. സ്കാലപ്പ് ഫിനിഷ് ബോർഡർ ആപ്ലിക് വർക്കിലാണ് സാരിയുടെ മുന്താണി. സെയിം ബോഡിയുടെ അതേ പാറ്റേണിലായിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ സീ ഗ്രീൻ ആണ്. നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ മോട്ടീവ്സ് എല്ലാം സെയിം പാറ്റേൺ തന്നെ. ഫുൾ ബോഡി അതേ പാറ്റേൺ വന്നിട്ട് സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ ബ്യൂട്ടിഫുൾ പാറ്റേണിലായിരിക്കും ആപ്ലിക് വർക്കിൽ എല്ലാ സാരീസിന്റെ മുന്താണി വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് കളർ ആട്ടോ. ഒരു ഐവറി ബ്ലെൻഡഡ് ചിക്കു ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ മോട്ടീവ്സ് എല്ലാം സെയിം പാറ്റേൺ ആ ഒരു സിമ്പിൾ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വന്നിട്ട് ആപ്ലിക് വർക്കിലുള്ള നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിക്ക് മുന്താണി വരുന്നത്. എല്ലാ സാരീസും ബോഡിയുടെ അതേ പാറ്റേണിൽ തന്നെയാണ് വിത്ത് ബ്ലൗസ്. വീണ്ടും ആ ഒരു സോഫ്റ്റ് കളർ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു ബേബി പിങ്കും ഷാമ്പെയിൻ പിങ്കും കൂടി ചേർന്ന് വരുന്ന കളറാണ് വരുന്നത്. ആ ഒരു ആപ്ലിക് വർക്കിന്റെ പാറ്റേണിൽ ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ പീകോക്ക് മോട്ടീവ്സിലായിരിക്കും വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസും പീകോക്ക് മോട്ടീവ്സും കൂടി ആയിരിക്കും ആപ്ലിക് വർക്ക് വരിക. ബോഡി കംപ്ലീറ്റ് വരുന്നത് ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് സ്കാലപ്പിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ. പല്ലു വരുമ്പം ഈ ഒരു സ്റ്റൈലാണ്. ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആൻഡ് പീകോക്ക് മോട്ടീവ്സിലായിരിക്കും. സാരിയുടെ മുന്താണിയിൽ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. സെയിം സ്റ്റൈലിൽ തന്നെ ബോഡിയിൽ വരുന്ന അതേ പാറ്റേണിൽ തന്നെയുള്ള ത്രെഡ് വൂവൻ സ്റ്റൈലിലായിരിക്കും വിത്ത് ബ്ലൗസ്. ഇതായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് കേട്ടോ ബോഡിയിൽ. നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. പൗഡർ ബ്ലൂവിലും അതേ സ്റ്റൈലിൽ തന്നെ പീകോക്ക് മോട്ടീവ്സ് അല്ല കേട്ടോ. ഇതൊരു ബേർഡ് മോട്ടീവ്സും സ്റ്റോക്കിന്റെ മോട്ടീവ്സും എല്ലായിരിക്കും സാരിയുടെ മുന്താണിയിൽ ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈൻസ് തന്നെ എംബ്രോയിഡറി വർക്ക്, സ്കാലപ്പ് ബോർഡർ, പല്ലു വിത്ത് ബ്ലൗസ്. വീണ്ടും അതേ പേസ്റ്റൽ യെല്ലോ തന്നെ കേട്ടോ സാരിയുടെ ബോഡി കളർ വരുന്ന പേസ്റ്റൽ യെല്ലോ. സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ആപ്ലിക് വർക്ക് വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ ലാവൻഡർ പിങ്ക്. ലാവൻഡർ ബേബി പിങ്ക് കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സെയിം സ്റ്റൈൽ തന്നെ ബോഡി മുന്താണിയെല്ലാം സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും ആപ്ലിക് വർക്കിൽ തന്നെ വന്നിട്ട് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ ഓർഗൻസ സാരീസ് ആയിരുന്നു. ഫുൾ ബോഡി ആപ്ലിക് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്കിൽ സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡേഴ്സിലായിരുന്നു എല്ലാ സാരീസും വന്നത്. ലാസ്റ്റ് സാരി വരുന്നതും ആ ഒരു ലൈറ്റ് ചിക്കു ടോൺ ആണ്. ഐവറി ബ്ലെൻഡഡ് ചിക്കു തന്നെ സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം തന്നെ. അതേ ഫ്ലോറൽ മോട്ടീവ്സ് സെൽഫ് ടോണിൽ തന്നെ ആയിരിക്കും സാരിയിൽ ആ ഒരു ബോർഡറും മുന്താണി എല്ലാം വരുന്നത്. ആപ്ലിക് വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്.